ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനം കഴുതയല്ല സാർ ഇന്ന് ആദ്യം പറയുന്നത് ചില പഞ്ചായത്തുകളിലെ ആയാറാം ഗയാറാം രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഇന്നലെയോളം എന്തെന്നറിവിയില്ല, ഇനി നാളെയും എന്തെന്നറിവിയില്ല എന്ന സ്ഥിതിയിലായിരുന്നു സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളും. കാലുമാറ്റവും കൂറുമാറ്റവുമൊക്കെ ഒട്ടേറെ നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ 5 വർഷത്തിനിടെ 4 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നടന്നത്. UDFിലും ഇടതുമുന്നണിയിലുമായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച രാജി ചന്ദ്രൻ പ്രസിഡന്റായി എന്നതും ഒരു സവിശേഷതയായിരുന്നു. LDFിലെയും UDFിലെയും അംഗങ്ങൾ പരസ്പരം മത്സരിച്ച് കൂറുമാറിയതോടെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട മറ്റൊരു പഞ്ചായത്താണ് മൂന്നാർ. അപ്പോൾ ആ കസേരകളിയുടെ കാലത്തേക്ക് ഒന്ന് പോയി വരാം. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 13-ൽ 7 സീറ്റുകൾ നേടി UDF ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി. മുന്നണി ധാരണ പ്രകാരം ആദ്യ 2 വർഷം കഞ്ഞിക്കുഴി ഡിവിഷൻ മെമ്പർ രാജി ചന്ദ്രൻ പ്രസിഡന്റായി. കാലാവധി പൂർത്തിയായതോടെ രാജി പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. പിന്നീട് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ രാജി മറുകണ്ഠം ചാടി LDFിൽ ചേർന്നത് ഏറെ വൈകിയാണ് UDF അറിഞ്ഞത്. ഭരണം നഷ്ടമാകുന്നത് തടയാൻ രാജി ചന്ദ്രനെ യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് എടുത്തുയർത്തി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നാടകീയ രംഗങ്ങൾ ഉണ്ടായി. CPM പാർട്ടി വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഏതാണേലും 2022 ഫെബ്രുവരി മാസം 7-ാം തീയതി നടന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിന്നീടുള്ള പ്രസിഡന്റ് ഞങ്ങളെ ഐക്യജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചുകൊണ്ട് CPMനോടൊപ്പം ചേർന്ന് ഞങ്ങളെ കൂറുമാറി ഭരണം തട്ടിയെടുക്കുകയാണ് ഉണ്ടായത്. രാജി ചന്ദ്രൻ അങ്ങനെ LDF മുന്നണിയിലും പ്രസിഡന്റായി. ഭർത്താവ് പറഞ്ഞു, മാർസിസ്റ്റുകാരുടെ സ്വാധീനത്തിൽ പറഞ്ഞു, ഏതാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കിയില്ല. മാർസിസ്റ്റുകാരുടെ അതോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഏതായാലും ഇത് നല്ല സുഖമുള്ള ഏർപ്പാടാണ്, നീ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരി കൊടുക്കണ്ടായി എന്ന് പറഞ്ഞു. പ്രതിഷേധ സമരങ്ങൾക്കൊപ്പം രാജിയെ അയോഗ്യയാക്കണമെന്നാവശ്യപ്പെട്ട് UDF ഹൈക്കോടതിയെയും സമീപിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈ 18-ന് രാജി ചന്ദ്രനെ 6 വർഷത്തേക്ക് അയോഗ്യയാക്കിക്കൊണ്ട് കോടതി ഉത്തരവായി. തുടർന്ന് കോൺഗ്രസിലെ ആൻസി തോമസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDFിൽ നിന്നും പ്രസിഡന്റായി വന്ന രാജി ചന്ദ്രൻ അവരുടെ തമ്മിലുള്ള മുന്നണി ധാരണ പ്രകാരം രാജിവെച്ച് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനും അധിക്ഷേപിക്കുന്നതിനും UDFിലെ ഒരു ഭാഗം നേതാക്കന്മാരും മെമ്പർമാരും ഇറങ്ങിത്തിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അവരുടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഈ UDF തന്നെ 2 വിഭാഗമായി ചേരിതിരിഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യത്തിലാണ് LDF മെമ്പർമാർ രാജി ചന്ദ്രന് പിന്തുണ കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ രാജി ചന്ദ്രൻ പ്രസിഡന്റായിട്ട് വരുന്നത്. 21-ൽ 11 സീറ്റുകൾ നേടി 2020-ൽ മൂന്നാർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നു. 2 വർഷം കഴിഞ്ഞ് UDF അംഗങ്ങളായ 2 പേർ കൂറുമാറിയതോടെ LDF അധികാരത്തിലെത്തി. 2023-ൽ LDFിലെ 2 പേർ കൂറുമാറിയതോടെ UDF അവിശ്വാസം കൊണ്ടുവന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് പ്രസിഡന്റിനെ താൽക്കാലികമായി സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചു. 2023-ൽ UDFിൽ നിന്ന് കൂറുമാറിയ 2 അംഗങ്ങളെ ഔദ്യോഗികമായി അയോഗ്യരാക്കി. ഇതോടെ അവസരം മുതലെടുത്ത UDF അവിശ്വാസം പാസാക്കി ഭരണം പിടിച്ചു. ജില്ലയിൽ ഏറ്റവും അധികം വിവാദങ്ങളുണ്ടായ പഞ്ചായത്തുകളിലൊന്നാണ് മൂന്നാർ. 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ ഇന്നലെ വരെ ഒരു പാർട്ടി, ഇന്ന് മറ്റൊരു പാർട്ടി, നാളെ വേറെ ഒരു പാർട്ടി, ഈ നിലയിൽ കൂറുമാറുകയും കാലുമാറുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കൾ ധാരാളമായി ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം കണ്ടതാണ്. ഏതായാലും ഇത്തരം നാടകങ്ങൾ ജനാധിപത്യമുള്ള കാലത്തോളം തുടരും എന്ന കാര്യത്തിലും സംശയമില്ല. പല പ്രേക്ഷകരും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ അയക്കുന്നുണ്ട്. എബ്രഹാം തോമസ് പറയുന്നു, ഇനി ഇലക്ഷനോടനുബന്ധിച്ച് പാർട്ടി വ്യത്യാസമന്യേ ഓരോ പാർട്ടിക്കാരും ഒരിക്കലും നടപ്പാക്കാത്ത വാഗ്ദാനങ്ങളുമായി ഇറങ്ങിക്കോളും പൊതുജനത്തെ കഴുതയാക്കാൻ എന്ന് പറയുന്നു. മിനിബാബു പറയുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും മറുകണ്ഠം ചാടും, ഇതാണോ പാർട്ടിയിലുള്ള വിശ്വാസം എന്നത്.
ബീന പറയുന്നു, എൻ്റെ പഞ്ചായത്തിൽ കുടിവെള്ളമില്ല, തോട്ടിലെ വെള്ളമാണ് പൈപ്പിൽ കൂടി വരുന്നത്. ഏതായാലും ഇത്തരം പരാതികൾക്കൊക്കെ മറുപടി പറയാനുള്ള അവസരമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ജനങ്ങൾക്കുള്ള അധികാരം ഉപയോഗിക്കുക, പൊതുജനം കഴുതയല്ല സാർ എന്ന് അവരോട് പറയുക, അതിനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നത്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നത് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകമാണ്. എന്നാൽ ഈ വാചകത്തെ പിന്നോട്ടടിക്കുകയാണ് ഒരു ചരിത്ര നിർമ്മിതി. മാളയിലെ ചരിത്രപ്രസിദ്ധമായ ജൂത സിനഗോഗിന് 5 മാസമായി മേൽക്കൂരയില്ല. അവിടെ ടാർപ്പായ വലിച്ചു കെട്ടിയാണ് ഈ മഴയിൽ നിന്നും വെയിലിൽ നിന്നുമൊക്കെ ആളുകൾ രക്ഷ നേടുന്നത്. ആ ചരിത്ര നിർമ്മിതിയുടെ ദുരവസ്ഥ ഒന്ന് കണ്ടുവരാം. AD 100-ൽ സ്ഥാപിച്ചുവെന്ന് കരുതുന്ന മാളയിലെ ചരിത്ര പ്രാധാന്യമുള്ള സിനഗോഗാണ് ഈ കാണുന്നത്. ജൂണിൽ പെയ്ത കനത്ത മഴയിൽ ഈ ചരിത്ര നിർമ്മിതിയുടെ മേൽക്കൂര തകർന്നു. മാസങ്ങൾ പിന്നിടുന്നു. മേൽക്കൂര തകർന്ന കെട്ടിടം ഇപ്പോഴും അപകടാവസ്ഥയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികൃതർ മാത്രം ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്നു. 1-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ, ക്രിസ്താബ്ദ 1-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായ ജൂതന്മാർക്ക് എതിരുണ്ടായ വലിയ ഒരു ആക്രമണവും അതിനെ തുടർന്ന് ജൂതന്മാർ ലോകത്തിൻ്റെ മഹാപ്രയാണം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയി പെട്ട ലോകത്തിലെ ഏകദേശം 140ഓളം രാജ്യങ്ങളിൽ ഈ ജൂതന്മാർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെ എത്തിച്ചേർന്ന ഒരു പ്രദേശമാണ് മാള എന്ന് പറയുന്നത്. മാളയിൽ ഏകദേശം ഒരു 100 വർഷത്തെങ്കിലും ഒരു പാരമ്പര്യം മാളയിൽ ഈ യഹൂദ അധിവാസത്തിനുണ്ട് എന്നാണ് MGS ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാർ അവരുടെ പഠനത്തിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമേറെ, 1000-ലേറെ വർഷം പഴക്കം, മാളയ്ക്കെന്നല്ല തൃശ്ശൂരിന് തന്നെ തലയെടുപ്പായ ഇടം. പൈതൃക പട്ടികയിൽ ഇടം നേടി പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ മുസരീസ് പദ്ധതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ് സിനഗോഗ്. പക്ഷെ കഴിഞ്ഞ 5 മാസമായി മേൽക്കൂരയില്ല എന്ന് പറഞ്ഞാൽ ആരും മൂക്കത്തു വിരൽ വച്ചു പോകും. കനത്ത മഴയിൽ ജൂൺ 12-നാണ് മേൽക്കൂര നിലം പതിച്ചത്. മെയ് 29-ന് പുരാവസ്തു വകുപ്പിന്റെ വിദഗ്ധർ മേൽക്കൂര പരിശോധിച്ച അപകടാവസ്ഥയെപ്പറ്റി സിനഗോഗിന്റെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്ന മുസരീസ് പ്രൊജക്ട് ലിമിറ്റഡിനെ അറിയിച്ചിരുന്നു. ആവശ്യമായ നടപടിയെടുക്കാമെന്ന ഉറപ്പ് അന്നു തന്നെ മുസരീസ് ലിമിറ്റഡ് പുരാവസ്തു വകുപ്പിനെ അറിയിക്കുകയും ചെയ്തു. പുരാവസ്തു വകുപ്പിന്റെ അറിയിപ്പ് കിട്ടി 14-ാം ദിവസം സിനഗോഗിന്റെ മേൽക്കൂര വീണു. അതിൻ്റെ ചുറ്റുമതിൽ നിർമ്മിക്കും. അവിടെ സിനഗോഗിൻ്റെ അതിന് ഗോപുരവും അതിൻ്റെ പടിവാതിലും അതൊക്കെ നിർബന്ധിക്കും. അതുപോലെ തന്നെ ശ്മശാനത്തിനകത്ത് അവർ അവിടെ അതൊരു പാർക്ക് പോലെ അതിൻ്റെ പൈതൃക സ്വഭാവവും നഷ്ടപ്പെടാത്ത വിധത്തിൽ മറ്റ് വലിയ നിർമ്മാണങ്ങളില്ലാതെ അതിന് നല്ല ഒരു പാർക്കായിട്ട് സംരക്ഷിക്കാനുള്ള അതും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മേൽക്കൂര വീണതിന്റെ തൊട്ടടുത്ത ദിവസം പുരാവസ്തു വകുപ്പിന്റെയും മുസരീസ് പൈതൃക പദ്ധതിയുടെയും മാള ഗ്രാമപഞ്ചായത്തിന്റെയും അധ്യക്ഷന്മാർ മാള ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്ന അടിയന്തരമായി താൽക്കാലിക സംരക്ഷണ നടപടികൾ സ്വീകരിക്കാനും തുടർന്ന് പരമ്പരാഗത രീതിയിൽ സിനഗോഗിന്റെ മേൽക്കൂര പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചു. ആദ്യം മേൽക്കൂരയുടെ മധ്യഭാഗത്തും പിന്നീട് മുഴുവനായും ടാർപ്പായ കൊണ്ട് മൂടി. പിന്നിങ്ങോട്ട് മേൽക്കൂര പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. ഈ മാള യഹൂദ സിനഗോവ് ഇന്ന് പലർക്കും ഒരു കറവപ്പശുവാണ്. ഈ സിനഗോവിൻ്റെ മേൽക്കൂര അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ മുസ്ലിംസ് പ്രൊജക്ട് ലിമിറ്റഡിനും സർക്കാരിലോട്ടുമെല്ലാം ജില്ലാ കളക്ടർക്കുമെല്ലാം പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. സ്ഥലത്തെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി കെ രാജൻ, ബെന്നി ബെഹനാൻ MP തുടങ്ങിയവർ സ്ഥിതിഗതികൾ വിലയിരുത്തി മേൽക്കൂര അതേ മാതൃകയിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. എന്നാൽ സ്ഥിരം മേൽക്കൂര ഇനിയും യാഥാർത്ഥ്യമായില്ല. നൂറ്റാണ്ടുകളുടെ പെരുമ പേറുന്ന ഈ ചരിത്ര നിർമ്മിതി മാളയിൽ തലയെടുപ്പോടെ നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഇനിയെങ്കിലും അധികൃതർ മൗനം വെടിയണമെന്നതാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. മോഹനൻ പിലാത്തറ പറയുന്നു, വാചകമടിയുണ്ടെങ്കിൽ ഏതുൽപ്പന്നവും വിറ്റഴിക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഈ ടൂറിസം മേഖലയുടെ കാര്യത്തിലും. മേൽക്കൂരയില്ലെങ്കിലും പബ്ലിസിറ്റി ഉണ്ടല്ലോ എന്നാണ് മോഹൻ പിലാത്തറ പറയുന്നത്. അതുപോലെ ടോമി തോമസ് പറയുന്നു, ഈ സിനഗോഗ് പുനർനിർമ്മിക്കണം എന്ന കാര്യം.
മറ്റൊരു പ്രതികരണം വന്നിട്ടുള്ളത് സുകുമാരൻ കെ പറയുന്നു, ജനപ്രതിനിധികൾക്ക് അഴിമതി നടത്താനുള്ള ലൈസൻസാണ് നമ്മുടെ വോട്ടെന്ന്. അങ്ങനെയല്ല, ജനപ്രതിനിധികൾ അവർ എല്ലാവരും അഴിമതിക്കാർ എന്ന് നമ്മൾ കരുതേണ്ടതില്ല. എത്രയോ ജനപ്രതിനിധികൾ വളരെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെടുന്ന, അഹോരാത്രം പ്രയത്നിക്കുന്ന എത്രയോ ആളുകൾ, സാധാരണക്കാരായ, ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് സാധാരണക്കാരായ പഞ്ചായത്ത് മെമ്പർമാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ജോലിയുണ്ട്. അവർക്ക് ഈ ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ അധികം ഉത്തരവാദിത്വവും ഉള്ളവരാണ്. ഏതായാലും നമ്മുടെ വോട്ടവകാശം അത് കൃത്യമായി വിനിയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഏതായാലും ഈ സിനഗോഗുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ ഒന്ന് കണ്ടുവരാം. ആ പൊളിച്ചിട്ട് പോയെന്ന് വെച്ചാൽ അനാഥപരപ്രേതം പോലെയാണ് കിടക്കണേ. ഇപ്പോൾ ചെയ്യുന്നത് വേറൊരു ആൾക്കൊരു ഗുണമില്ല. 2-3 സെക്യൂരിറ്റിക്കാർക്ക് ഉണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തിരിക്കാം. പിന്നെ ഇവിടെ കടയുള്ളതാണെന്ന് എല്ലാവരും ഒഴിപ്പിച്ച് ഇപ്പോൾ അവരനാഥായി, ഞാനടക്കം അനാഥ. പൈതൃകപരമായിട്ടുള്ള മാളയിലെ ഒരു ഏറ്റവും വലിയൊരു ലാൻഡ്മാർക്കാണ് ഈ യഹൂദ പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാൻഡ്മാർക്ക് സംരക്ഷിക്കുക എന്നുള്ളത് മാളക്കാരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിനുള്ള നടപടികളൊക്കെ ആയിട്ട് ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൊല്ലമായിട്ട് ഭരിക്കുന്നൊരു ഭരണം. അവർ ഈ പറഞ്ഞ 75 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് അത് നവീകരിച്ചു എന്ന് പറയുന്നത്. ഈ 75 ലക്ഷം രൂപ ചിലവാക്കി നവീകരിച്ചു എന്ന് പറയുന്ന ഈ സിനഗോഗ്, ആ ഒരു കാശ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയൊരു 3 സിനഗോഗ് പണിയാമായിരുന്നു. അതിൽ നടന്ന അഴിമതി ആദ്യം തന്നെ അന്വേഷിക്കണം. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. ഇന്ന് കൊച്ചി നഗരമുണർന്നത് വൻ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് കുറച്ച് നാട്ടുകാർ രക്ഷപ്പെട്ട വാർത്ത കേട്ടാണ്. തമ്മനത്ത് വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണി തകർന്നതാണ് നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടിയത്. 1,38 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്ക് ഇന്ന് പുലർച്ചെയായിരുന്നു തകർന്നത്. വെള്ളം വീടുകളിലിരച്ചെത്തി, നിരവധി വാഹനങ്ങളും റോഡുകളും തകർത്തു. മന്ത്രിമാർ ഉൾപ്പെടെ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കുടിവെള്ള വിതരണം മുടങ്ങിയാൽ വാട്ടർ ടാങ്കിൽ വെള്ളമെത്തിക്കാനുള്ള സജ്ജീകരണം ഒരുക്കുമെന്ന് അധികൃതർ ഉറപ്പും നൽകി. ആ വാർത്ത കണ്ടുവരാം. മുല്ലപ്പെരിയാർ പൊട്ടിക്കാണും അത്രക്ക് ശക്തിയാണ്. ഒരു 4-5 അടി പൊക്കത്തിൽ വെള്ളം കുത്തി ഒലിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറേ സ്കൂട്ടറൊക്കെ ഒഴുകി അങ്ങോട്ട് കിഴക്കോട്ട് പോകണം. ചെന്ന് നോക്കിയപ്പോൾ ചെടിച്ചട്ടികളും സ്കൂട്ടറും കാറും അതിൽ ഒഴുകിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മുതൽ ഒഴുകി അങ്ങോട്ട് കിഴക്കോട്ട് പോയി. വെള്ളം ഫുള്ളിങ്ങോട്ട് അടിച്ചങ്ങ് കയറുമായിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ മതിലാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഓട്ടോയൊക്കെ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലേക്കാണ് വന്ന് ഇടിച്ചു കയറിയത്. കോർപ്പറേഷൻ 45-ാം ഡിവിഷനിലെ ജലസംഭരണിയാണ് തകർന്നത്. ടാങ്കിന് പിന്നിലായുള്ള 10ഓളം വീടുകളിൽ വെള്ളം കയറി. വെള്ളത്തിൽ വാഹനങ്ങൾ ഒഴുകിപ്പോയി. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. തകർന്ന ടാങ്കിന് 40 വർഷത്തിലേറെ പഴക്കമുണ്ട്. 2 ക്യാബിനുള്ള ജലസംഭരണിയായിരുന്നു തമ്മനത്തേത്. ഇതിൽ ഒരു ക്യാബിന്റെ ഒരു ഭാഗത്തെ ഭിത്തിയാണ് അടർന്നുപോയത്. വിവരമറിഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിൻ, പി രാജീവ്, ജില്ലാ കളക്ടർ, MLA ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനായിട്ട് സാധിക്കും? നിലനിൽക്കുന്ന ഒരു കമ്പാർട്ട്മെന്റിൽ ഇനി എങ്ങനെയാണ് ഈ ജലവിതരണം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആലോചന ഇമ്മീഡിയറ്റായിട്ട് നടത്തേണ്ടതുള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ച് രാജീവ് മിനിസ്റ്ററിനോടുള്ള സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾ അടിയന്തരമായി ടൂറിസം ഗസ്റ്റ് ഹൗസിൽ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവർ തന്നെ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉൾപ്പെടെയുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കും. പെട്ടെന്ന് ചെയ്യാവുന്ന ഇമ്മീഡിയറ്റായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും തീരുമാനമെടുക്കും. വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. തൃപ്പൂണിത്തുറ, പേട്ട, ചമ്പക്കര തുടങ്ങിയ ഭാഗങ്ങളിൽ കുടിവെള്ളം തടസ്സപ്പെടും. ഈ മേഖലകളിലേക്ക് ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കാനാണ് തീരുമാനം. ജില്ലാ കളക്ടർക്കാണ് ഏകോപന ചുമതല. നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് സർക്കാർ തലത്തിൽ ചർച്ച നടത്തും. ടെയിലെൻഡിൽ വെള്ളം എത്തുന്നതിന് ചിലപ്പം പോരായ്മകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ടെയിലെൻഡിലേക്ക് എത്രത്തോളം അഫക്റ്റ് ചെയ്യപ്പെടുമെന്ന് കണ്ട് അവിടെ ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് എടുത്ത മറ്റൊരു തീരുമാനം. ടാങ്കർ ലോറികൾ വെള്ളം കൊടുക്കേണ്ടി വരും. നാളെ വൈകിട്ടോട് കൂടി ചെയ്തെടുക്കാമെന്നുള്ള നിലയാണ് നമ്മൾ പൊതുവിൽ എടുത്തിട്ടുള്ളത്. എങ്കിലും നാളെ കഴിഞ്ഞെങ്കിലും നമുക്ക് സിറ്റി ബൂസ്റ്റ് ആരംഭിക്കാനായിട്ട് സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പൊട്ടിയത് ഒരു ജലബോംബാണ്. നിർമ്മിച്ചത് എന്താണെങ്കിലും ഒരു നിശ്ചിത സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതും ബലക്ഷയം പരിശോധിക്കേണ്ടതും ഉദ്യോഗസ്ഥരാണ്. ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ആർക്കാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. ഭാഗ്യം കൊണ്ടാണ് ആർക്കും ഒന്നും സംഭവിക്കാതിരുന്നത്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24.
പൊതുജനം കഴുതയല്ല സാർ. ജോസിൻ ജോസഫ് പറയുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് വേഗം കുടിവെള്ളം എത്തിക്കുമെന്ന്. ഏതായാലും നഗരവാസികളുടെ കുടിവെള്ളം മുടങ്ങാതിരിക്കട്ടെ, മുട്ടാതിരിക്കട്ടെ. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. നമ്മുടെ ദേശീയപാതയുടെ പണി ഇപ്പോൾ കേരളത്തിൻ്റെ തെക്ക് വടക്ക് വളരെ വേഗത്തിലൊക്കെ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് മന്ദഗതിയിലുമാണ്. എന്നാൽ എറണാകുളം വടക്കൻ പറവൂരിലെ ഈ ദേശീയപാത വികസനത്തെ തുടർന്ന് അവിടെ വഴിയോരത്തെ ഒറ്റപ്പെട്ട വീട്ടിൽ വൃദ്ധ ദമ്പതികൾ ആശങ്കയോടെ കഴിയുന്നു. വടക്കൻ പറവൂർ ചെറിയ വള്ളുവള്ളി ചെറിയപ്പള്ളിയിൽ അപ്രോച്ച് റോഡിൻ്റെ പണികൾ നടക്കുന്ന ഭാഗത്താണ് ഇവരുടെ വീട്. വീട്ടിലേക്കുണ്ടായിരുന്ന വഴി അടഞ്ഞതോടെ അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകുവാൻ പോലും ബുദ്ധിമുട്ടുകയാണ് 75-കാരനായ വേണുവും ഭാര്യ ഗിരിജയും. ദേശീയപാത വികസനത്തിൽ നാടിന് കൂടുതൽ സൗകര്യങ്ങളുള്ള റോഡ് കിട്ടുമ്പോൾ സ്വന്തം വീട്ടിലേക്കുള്ള വഴി മുട്ടിപ്പോകുന്ന അവസ്ഥ. കഴിഞ്ഞ 3 വർഷമായി ഈ ദുരിതം അനുഭവിക്കുകയാണ് എറണാകുളം വടക്കൻ പറവൂരിലെ ചെറിയപ്പള്ളി വാര്യമംഗലത്തെ 2 വൃദ്ധർ. വേണുവും കുടുംബവും 45 വർഷമായി ഇവിടെ താമസിക്കുന്നു. അർബുദത്തെ അതിജീവിച്ച വേണു 3 വർഷത്തോളമായി നേരിടുന്ന പ്രതിസന്ധിയാണ് വീടിന് മുന്നിലെ വഴിയുടേത്. ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു മാർഗ്ഗമില്ല. മഴ പെയ്താൽ ഇവിടെ തന്നെ ഞങ്ങളിരിക്കും. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എന്ത് ചെയ്യും? ഒന്ന് മരിച്ചാൽ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത കണ്ടീഷൻ മഴ പെയ്താൽ. ഒരു ഓട്ടോ വിളിച്ചാൽ വരില്ല. നമ്മളിവിടെ സുഖമില്ലാതെ വീണ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വണ്ടി വിളിച്ചാൽ വരില്ല. ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റക്ക് പൊക്കിക്കൊണ്ടും പോകാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഒരു കസേരയിലിരുത്തി കൊണ്ടുപോകാൻ പറ്റില്ല. 2 പേർക്ക് പിടിച്ച് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ കൂടെ പോകണം. ചെളിയുണ്ട്, മറിഞ്ഞ് വീഴും. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ട്. മക്കൾക്കാണെങ്കിൽ വരാൻ വേണ്ടി അവർക്കും ബുദ്ധിമുട്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആകെ ദുരിതമാണ്. അപ്പോൾ ദൈവം ഉണ്ടായിട്ട് എല്ലാവരും അനുഗ്രഹം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് എല്ലാവരും കൂടെ ഒന്ന് ഞങ്ങൾക്ക് സഹായിച്ചു തരണം. മഴ കനക്കുമ്പോൾ ദുരിതവും ഇരട്ടിക്കും. പ്രളയത്തിൽ മുങ്ങിപ്പോയ വീടാണ്. വീടിന് മുന്നിൽ ഉയരത്തിൽ റോഡ് വരുന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണിയുമുണ്ട്. സർവീസ് റോഡ് വീടിനേക്കാൾ ഉയരത്തിലാണ് പോകുന്നത്. വീട്ടിലേക്കുണ്ടായിരുന്ന പഴയ വഴി പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ ഞങ്ങൾക്ക് വേറെ വഴിയില്ല പോവാൻ. ഈ വഴിയിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ വഴി അടഞ്ഞ് ഇപ്പം. അപ്പം ഞാൻ കുറേ നാളായി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞൊരു മണ്ണുണ്ടെന്ന് ഇങ്ങനെ കൂമ്പാരം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ തരാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നാൽ ഞങ്ങൾക്ക് എപ്പോഴാണ് ചേനാണെങ്കിലും എപ്പോഴും അസുഖവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞങ്ങൾക്കൊന്ന് മരുന്ന് മേടിക്കാൻ പോകാനും കൂടി പറ്റാത്ത അവസ്ഥയാണ്. മക്കളും കൊച്ചുമക്കളും ജോലിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി റോഡ് പണി തുടങ്ങിയതിനു ശേഷം മാറി താമസിക്കേണ്ടി വന്നു. നാടിന് മുഴുവൻ വഴിയൊരുക്കുമ്പോൾ തങ്ങളുടെ വഴി അടച്ചു കളയരുതേ എന്നാണ് ഈ വൃദ്ധരുടെ അപേക്ഷ. ദേശീയപാത അതോറിറ്റിയോട് പലവട്ടം സങ്കടം അറിയിച്ചിട്ടും നടപടിയുണ്ടായിട്ടില്ല. ജനപ്രതിനിധികളുടെ അടക്കം കടാക്ഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ 2 വൃദ്ധർ. വികസനം നാടിന് ആവശ്യം തന്നെയാണ്. പക്ഷേ ഏതൊരു വികസനം ഉണ്ടാകുമ്പോഴും ദുരിതമനുഭവിക്കുന്ന അവസാനത്തെ മനുഷ്യനെ കൂടി പരിഗണിക്കുവാൻ നമുക്ക് കൂട്ടായ ഉത്തരവാദിത്വമുണ്ട്. ക്യാമറാമാൻ സജിൽ ഗുരുവായൂരിനും ആകാശിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കാസർഗോഡ് കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ 1 കോടി രൂപ ചെലവിലൊരുക്കിയ കളിസ്ഥലം ഉദ്ഘാടനം കഴിഞ്ഞതോടെ വിവാദ കേന്ദ്രമായിരിക്കുകയാണ്. ഒക്ടോബർ 21-ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് കളിസ്ഥലത്ത് DPRൽ പരാമർശിച്ച സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. 1 കോടി രൂപ ചെലവിൽ ഗ്രൗണ്ടിൽ എന്തു ചെയ്തെന്ന ചോദ്യമാണ് കായിക പ്രേമികളും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ഉയർത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പഞ്ചായത്തിലൊരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ നിർമ്മിച്ച കളിക്കളമാണ് എനിക്ക് പുറകിൽ കാണുന്നത്. ഒക്ടോബർ 21-ാം തീയതി രാവിലെ 10 മണിക്ക് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ് ഈ കളിക്കളം ഉദ്ഘാടനം ചെയ്തത്. 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ കളിക്കളത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ 50 ലക്ഷം രൂപയും MLA ഫണ്ടിൽ നിന്നുള്ള 50 ലക്ഷവും ചേർത്ത് ആകെ 1 കോടി രൂപയ്ക്കാണ് ഈ കളിക്കളം നിർമ്മിച്ചത്. DPR പ്രകാരം
ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു 11 ഗ്രൗണ്ട്, വോളിബോൾ കോർട്ട്, ലോങ് ജമ്പ് പിച്ച്, ഫുൾ ഫെൻസിംഗ്, 50 മീറ്റർ ഗാലറി, ഒരു സ്റ്റേജ്, ഒരു ഡ്രൈനേജ് സിസ്റ്റം എന്നിവയാണ് ഈ കളിക്കളത്തിൽ നിർമ്മിച്ചത്. മന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞു പോയി. പക്ഷേ ഞാനിരിക്കുന്നത് പണ്ടാരോ നിർമ്മിച്ച ഈ ഒരു സ്റ്റേജിലാണ്. മറ്റൊന്നും ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വെട്ടുകല്ല് ഉപയോഗിച്ച് ഈ ഗ്രൗണ്ടിനൊരു അതിർത്തി നിർണയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കമ്പിവേലി കൊണ്ട് ഈ ഒരു ഹൈറ്റിൽ ഒരു വേലി, ചുറ്റുവേലി നിർമ്മിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇവിടെയില്ല. ഈ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ കയ്യൂർ ചീമേനി പഞ്ചായത്ത് വളരെ പറകിലുള്ള പഞ്ചായത്ത് വികസനത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളൊരു ഗംഭീര സ്റ്റേഡിയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, 1 കോടി ചിലവിൽ എന്ന് പറഞ്ഞപ്പോൾ. ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് നോക്കിയപ്പോൾ എനിക്ക് 20 ലക്ഷത്തിൻ്റെ പൈസ ചിലവാക്കിയെന്നൊരു സംശയമാണ്. ഇതിനകത്ത് അവർ DPR പറഞ്ഞ കാര്യം ഒരു 11 ഫുട്ബോൾ കോർട്ട്, ഒരു വോളിബോൾ കോർട്ട്, ഒരു ലോങ് ജമ്പ് പിറ്റ്, ഒരു സ്റ്റേഡിയം, ഒരു സ്റ്റേജ്, പിന്നെ ഡ്രൈനേജ് സിസ്റ്റം, ഇതൊക്കെയാണ് പറഞ്ഞത്. സത്യത്തിലൂടെ ആ ഗ്രൗണ്ട് പോലും നേരെയാക്കി എടുത്തില്ല. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ഗ്രൗണ്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നതെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്ന ആരോപണം. 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കളിക്കളത്തിലെ ഗാലറി ഇതാണോ എന്ന സംശയവും ബാക്കി നിൽക്കുകയാണ്. 70% പണികൾ ബാക്കിയാണ്. ഇനി ആ പണികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഇവിടെ കളിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വീണ് മുട്ടുപൊട്ടും. ഇവിടെ ഇപ്പോഴും ആരും ഇവിടെ കളിക്കാനൊന്നും വരുന്നില്ല. ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഇനി ബാക്കിയുള്ള പണികൾ നടക്കുമോ എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അതും ഉണ്ടായിട്ടില്ല. 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കളിക്കളത്തിലെ വോളിബോൾ കോർട്ടാണിത്. മറ്റൊന്ന് ഫുട്ബോൾ കളിക്കാർക്കുള്ള ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ആകെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഒരു തരത്തിലുള്ള ഫിനിഷിങ്ങും ഈ ഗ്രൗണ്ടിൽ കാണുന്നില്ല. എത്രയും പൈസ ചിലവാക്കിയിട്ട് ഈ ഗ്രൗണ്ടിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്നറിയാം. മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കും. അത് വെള്ളം പോകാനുള്ളൊരു പൈപ്പോ കാര്യങ്ങളൊന്നും തന്നെ അതിലിട്ടിട്ടില്ല. സമയം ഇപ്പോൾ വൈകുന്നേരം 5 മണി. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരമായാൽ ഇത്തരം ഗ്രൗണ്ടുകളിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ കളിക്കാനെത്തുന്നത് പതിവാണ്. പക്ഷേ കുറേ നാളുകളായി ഈ ഗ്രൗണ്ട് കളിക്കാൻ പോലും വിട്ടു നൽകുന്നില്ല എന്നാണ് ഈ നാട്ടുകാരുടെ ഒരു പരാതി. 1 കോടി രൂപ ചെലവിൽ ഒരു കളിക്കളമൊക്കെ നിർമ്മിക്കുമ്പോൾ അത് ഉദ്ഘാടനത്തിനെത്തുന്ന മന്ത്രിയെങ്കിലും ഇവിടെ എന്തെങ്കിലും പദ്ധതി നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതല്ലാതെ ഒരു ചടങ്ങിന് മാത്രം ഉദ്ഘാടനം നടത്തിപ്പോയാൽ ഈ നാട്ടിലെ കായിക പ്രേമികൾക്ക് എന്താണ് പ്രയോജനമെന്ന് മന്ത്രിയെങ്കിലും മറുപടി നൽകണം. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.